അല്ലേലും നീ എന്നാ ഈ സീരിയൽ ടൈപ്പ് അല്ലാതെ കുറച്ച് നല്ല കണ്ടന്റ് കൊണ്ടുവന്നിട്ടുള്ളത്? ഞാനേ അതേലും കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തോ തേങ്ങയാ കൊണ്ടുവന്നിട്ടുള്ളത്? അത് ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. ചിന്തിക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകൾ വരും. ഓ അല്ലേ പിന്നെ നീ അങ്ങ് മറിച്ചേനെ. മറിക്കും. സമയമൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ ലോഹി സാറിന്റെ പോലത്തെ നല്ല കിണ്ണം കാച്ച കഥകൾ കിട്ടും. പക്ഷെ സമയം കിട്ടുന്നില്ല. ജോലിയുടെ ഒക്കെ വർക്ക് പ്രഷർ, പിന്നെ ഈ വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണ്ടേ. അതുകൊണ്ടാ നീ ആ ലോകി സാറിനെ അങ്ങ് വിട്ടുപിടി കേട്ടാ. നിനക്ക് ആ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ക്രിപ്റ്റ് എങ്കിലും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുവോടാ? അതെന്താ ഈ സന്തോഷ് പണി എത്ര കുറച്ച് കാണിക്കുന്നത്? അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളില്ല. പുള്ളിയുടെയൊക്കെ ഒരു ഡയലോഗ് വേറെ ആരെ കൊണ്ടെങ്കിലും പറ്റും. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നു അത്രയും കാലം ഞാൻ ജീവിക്കും. എന്താടാ നിനക്ക് ആസ്മയുടെ അസുഖം വല്ലതും ഉണ്ടാടാ? ഓ, ഞാൻ പണ്ഡിറ്റിന്റെ ഒരു ഡയലോഗ് പറഞ്ഞതാ. അതായിരുന്നാ? എടാ പിന്നെ ഇപ്പൊ പടത്തിലും സീരിയലിലും ഒന്നും വിളിക്കുന്നില്ലല്ലേ, മൊത്തത്തിൽ ഒരു ശോകം അല്ലേ? അതെനിക്ക് തോന്നായിരുന്നിട്ടില്ല. ഇനി വല്ല ഫിനാൻഷ്യൽ എൻഡ് വല്ലതും ആയതുകൊണ്ടാണോ നിവിൻ പോളി വരെ തിരിച്ചു വന്നു. ഈ ഫാഫാസിന്റെ അത്ര ഗ്ലാമറുള്ള ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുവോ? ഇനി എന്നാണോ എന്റെ കമ്പാക്ക്? ഓ പിന്നെ തമന്നെക്കാട്ടി ഗ്ലാമറുള്ള ഞാനിവിടെ ഇരിക്കുക. പിന്നെ ഓ അതൊന്നും അല്ലടാ കാര്യം. നമ്മുടെ ഒരു ലെവലിന് പറ്റിയ ക്യാരക്ടർ ഒന്നേ ആരും എഴുതുന്നില്ല. അത് ശരിയാ, നീ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളെ ലെവലിൽ എഴുതണമെങ്കിൽ ഇനി നമ്മൾ തന്നെ എഴുതണം. ഇപ്പോൾ സമയം എത്രയായി? സമയം 5 മണി. 5 മണിയാകുമ്പോൾ മനുവിടെ ചൂണ്ടിടാൻ നിൽക്കാന്ന് പറഞ്ഞായിരുന്നു. നീ സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ ചെയ്യാം.